സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് പറയുകയാണ്, പോവുക. എങ്ങോട്ട്? നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക്. നോക്കിക്കേ, നമ്മളൊക്കെ ഈശോയുടെ ആടുകളാണ് അല്ലേ? ഈശോയുടേനും നമ്മൾ ആടുകളുമാണ്. എന്നാൽ ഈ ആടുകളിൽ തന്നെ പലരും നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്ന് ഈശോ മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മളൊക്കെ പേരുകൊണ്ട് ക്രിസ്ത്യാനികളാണ്. എന്നാലും ഈശോയുടെ ആ മിനിസ്ട്രി നമ്മിലൂടെ നടക്കുന്നില്ല. അങ്ങനെ നടക്കാത്തവരെല്ലാം നഷ്ടപ്പെട്ടു പോയ ആടുകളാണ്. ആലോചിച്ച് നോക്കിക്കേ സ്നേഹമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ആടിനെ ഒരാട് തന്നെ ചെന്ന് അനുനയിപ്പിക്കാൻ എളുപ്പമാണ് അല്ലേ? ഒരാടിന് വേണമെങ്കിൽ ഒരാടിനെ നയിക്കാൻ പറ്റും, കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റും. വേറെ ഒരാളുമല്ല ആടിനെ നയിക്കേണ്ടത്. ഒരുപക്ഷെ ഭർത്താവിലൂടെ ആയിരിക്കാം ഭാര്യ ശുശ്രൂഷയിലേക്ക് വരുന്നത്. ചിലപ്പോൾ ഭാര്യയിലൂടെ ആയിരിക്കാം ഭർത്താവ് ശുശ്രൂഷയിലേക്ക് വരുന്നത്. അതുപോലെ മക്കൾ മാതാപിതാക്കളിലൂടെ ആയിരിക്കാം വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഓരോരുത്തരും നമ്മളെ കണ്ടുകൊണ്ട് ഈശോയുടെ മിനിസ്ട്രിയിലേക്ക് വരാൻ സാധിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഈശോയുടെ യഥാർത്ഥ ആടുകളായി മുന്നോട്ട് നടക്കണം. ഈശോ കൂടെയുണ്ടെന്നുള്ള വിചാരത്തിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഈശോയോട് ചോദിച്ചുകൊണ്ട് ഓരോ സമയത്തും നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഒരു വലിയ ആട്ടിൻകൂട്ടത്തെ, നമ്മൾ ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടണ്ടെന്നാണ് പറഞ്ഞിരിക്കുക. ഈശോ പറഞ്ഞിട്ടുണ്ട്, വരൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. നമ്മൾ എങ്ങനെയെങ്കിലും മനുഷ്യരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. ചിലർ പറയാറുണ്ട്, എന്താണ്, നിൻ്റെ പണിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നാളെ മുതൽ വേണ്ട. ഉടനെ മറ്റവനെന്ത് പറയും? നിനക്ക് ഇന്ന് തന്നെ വേണ്ടെങ്കിൽ ഇന്നലെയേ എനിക്ക് നിന്നെ വേണ്ട. നോക്കിക്കേ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെയാണ് നമ്മുടെ മനോഭാവം. എന്നാൽ ഈശോ എന്താ പറയണേ? എനിക്ക് നിന്നെ വേണം. നീ ആരായിരുന്നാലും എനിക്ക് നിന്നെ വേണം. ഈ ഒരു മനോഭാവത്തിൽ നമുക്കെല്ലാവരെയും സ്വീകരിക്കാനും സ്നേഹിക്കാനും ഈശോയുടെ കൂടെ ചേർത്ത് നിർത്താനും ഇടയാകട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.